നോട്ട് പ്രതിസന്ധി ഡിസംബർ 30-ന് ശേഷവും തുടരുമെന്ന് വ്യക്തമായി. സർക്കാർ ആവശ്യപ്പെട്ട 50 ദിവസം തീരാൻ 4 ദിവസം ബാക്കിയുള്ളപ്പോൾ ബാങ്കുകളിൽ ആവശ്യത്തിന് നോട്ടുകളില്ല. ഈ സാഹചര്യത്തിൽ പുതുവർഷത്തിലും നിയന്ത്രണം തുടരും. ഡിജിറ്റൽ ചുവടുവയ്പ് എന്ന രീതിയിൽ പ്രതിപക്ഷ പ്രതിഷേധം നേരിടാനാണ് സർക്കാർ ആലോചന. മനു ശങ്കർ ചേരുന്നു. മനു, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. തന്നെ എന്തായാലും നോട്ട് പ്രതിസന്ധി അവസാനിക്കാൻ പ്രധാനമന്ത്രി പൊതുവേദികളിൽ നിരന്തരം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നത് 50 ദിവസത്തെ സമയമാണ്. എന്നാൽ ഈ 50 ദിവസം തീരാൻ ഇനി 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിലും ബാങ്കുകളിൽ ആവശ്യത്തിന് പണം എത്തിക്കാൻ റിസർവ് ബാങ്കിനായിട്ടില്ല. ഈ രാജ്യത്തെ നോട്ടച്ചടി കേന്ദ്രങ്ങളെല്ലാം 3 ഷിഫ്റ്റുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു എന്നാണ് ധനമന്ത്രാലയം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇങ്ങനെ പ്രവർത്തിച്ചാൽ പോലും ഏപ്രിൽ വരെയെങ്കിലും കുറഞ്ഞത് ആകും ഇപ്പോൾ പിൻവലിച്ച പഴയ നോട്ടുകളുടെ അതേ മൂല്യത്തിൽ പുതിയ നോട്ടുകൾ എത്തിക്കാൻ എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ തന്നെ പണം പിൻവലിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ പുതിയ മാനദണ്ഡങ്ങളോടെ ഡിസംബർ 30-ന് ശേഷവും തുടരാനാണ് ധനമന്ത്രാലയത്തിന്റെ ഇപ്പോഴത്തെ ആലോചന. ആഴ്ചയിൽ 24,000 രൂപ, ATMകളിൽ നിന്ന് പരമാവധി 2,500 രൂപ എന്നിങ്ങനെയുള്ള നിയന്ത്രണങ്ങൾക്ക് പുറമെ പുതിയ പ്രഖ്യാപനങ്ങളും സർക്കാർ നടത്തുമെന്നാണ് ധനകാര്യ സെക്രട്ടറിയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. 15.4 ലക്ഷം കോടി രൂപയുടെ പഴയ നോട്ടുകൾ പിൻവലിച്ചെടുത്ത് 5.92 ലക്ഷം കോടി രൂപയുടെ പുതിയ നോട്ടുകൾ മാത്രമാണ് റിസർവ് ബാങ്കുകളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ പുതുവർഷത്തിലും തൽസ്ഥിതി തുടരാൻ തന്നെയാണ് സാധ്യത. നിലവിലെ 2,000 രൂപ നോട്ടുകൾ കൂടുതൽ ഉപയോഗിക്കാനാണ് ബാങ്കുകളോട് ഇപ്പോൾ റിസർവ് ബാങ്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിലവിലെ നോട്ട് നിയന്ത്രണം കുറഞ്ഞത് 2 മാസം കൂടിയെങ്കിലും തുടരേണ്ടി വരുമെന്ന് SBI ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ എന്തായാലും ഡിസംബർ 30-ന് ശേഷവും പ്രതിസന്ധി തുടരുമെന്ന് വ്യക്തമാണ്. ഇതിനാൽ പ്രതിഷേധവും ഇക്കാര്യത്തിൽ ശക്തമാകുമെന്നും ഉറപ്പാണ്. ഈ മാസം 27-ന് പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ ആലോചിക്കാൻ യോഗം ചേരുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെല്ലാം ഡിജിറ്റൽ ചുവടുവയ്പിലേക്കുള്ള സർക്കാർ നീക്കം എന്ന ലേബലിൽ പ്രതിരോധിക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിച്ചു വരുന്നത്. ഈ ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് സമൂഹത്തെ മാറ്റുന്നു, ഇതിനുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നു എന്നാകും പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നാണ് അറിയുന്നത്. ധന്യ മനു ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. സിറിയയിലേക്ക് പോകുകയായിരുന്ന റഷ്യൻ വിമാനം കരിങ്കടലിൽ തകർന്നു വീണു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ TU-154 എന്ന വിമാനമാണ് തകർന്നു വീണത്. 91 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. റഷ്യയിൽ നിന്ന് സിറിയയിലേക്കുള്ള യാത്രാമധ്യയാണ് TU-154 എന്ന റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിമാനം കരിങ്കടലിൽ തകർന്നു വീണത്. 91 യാത്രക്കാരുമായി റഷ്യയിലെ സോച്ചി അട്ലിർ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം 20 മിനിറ്റിനകം റഡാറുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് അപ്രത്യക്ഷമാവുകയായിരുന്നു. തുടർന്നുള്ള തിരച്ചിലാണ് റഷ്യൻ കരിങ്കടലിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ വിമാനം തകർന്നു വീണതായി കണ്ടെത്തിയത്. ഈ വിവരം റഷ്യൻ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു. പുതുവത്സരാഘോഷങ്ങൾക്കായി സിറിയയിലെ ലഡാക്കിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ റഷ്യൻ മിലിറ്ററി ബാൻഡ് സംഘവും 9 മാധ്യമപ്രവർത്തകരും വിമാന ജീവനക്കാരും ഉൾപ്പെടെ 91 പേരാണുണ്ടായിരുന്നത്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യൻ സ്ഥാനപതിയെ തുർക്കിയിൽ വെച്ച് വെടിവെച്ച് കൊന്നതും റഷ്യൻ വിമാനം IS ബോംബ് വെച്ച് തകർത്തതുമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. സിറിയൻ വിമതർ റഷ്യക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു അട്ടിമറി ശ്രമമാണോ എന്നുള്ളതൊന്നും ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക്. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ആരാധനാ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബത്ലഹേമിൽ നടന്ന പാതിരാ കുർബാനയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിലും തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. ആശയറ്റവർക്ക് പ്രത്യാശയുടെ നിറതിലാവായി, ആലംബഹീനർക്ക് അത്താണിയായി, ബന്ധിതർക്ക് വിമോചനത്തിന്റെ രക്ഷാനുഭവമായി ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചതിന്റെ ഓർമ്മയിലാണ് വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. യേശുദേവന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ നടന്ന പാതിരാ കുർബാനയിൽ 100 കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ തിരുപ്പിറവി ദിനത്തിൽ നടന്ന ആരാധനാ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. സുവിശേഷ വായനയ്ക്ക് ശേഷം തിരുപ്പിറവി അറിയിച്ച് പള്ളിമണികൾ മുഴങ്ങി. യേശുവിന്റെ രൂപമെടുത്ത് കാർമ്മികർ ദേവാലയം ചുറ്റി നടത്തിയ പ്രദക്ഷിണമായിരുന്നു തിരുപ്പിറവിയുടെ പ്രധാന ചടങ്ങ്. മെഴുകുതിരികൾ കയ്യിലേന്തി വിശ്വാസികളും പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. പ്രദക്ഷിണശേഷം പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ഉണ്ണിയേശുവിന്റെ രൂപം പ്രതിഷ്ഠിച്ചു. കൊച്ചി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ സംഘടിപ്പിച്ച തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. സമാധാന
സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്ക ബാവയും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കരുണയുടെ കരങ്ങളായി നമ്മുടെ കരങ്ങൾക്ക് ഒരു പുതിയ ഊർജം കൊടുക്കേണ്ടതുണ്ട്. കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ കേക്ക് മുറിച്ചും പരസ്പരം സമാധാനം ആശംസിച്ചുമാണ് വീടുകളിലേക്ക് മടങ്ങിയത്. നോട്ട് പ്രതിസന്ധി ക്രിസ്മസ് വിപണിയെ സാരമായി ബാധിച്ചു. കേക്ക്, നക്ഷത്ര അലങ്കാര വസ്തുക്കളുടെ ഗണ്യമായ കുറഞ്ഞതായി വിപണികളിലെ തിരക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. ഒഴിവു ദിവസങ്ങൾ ആഘോഷിക്കാൻ സർക്കാർ ജീവനക്കാരും സ്കൂൾ അവധിക്കാലം ആഹ്ലാദിക്കാൻ വിദ്യാർത്ഥികളും രംഗത്തെത്തി. എങ്ങും നക്ഷത്രങ്ങളും യേശുവിന്റെ തിരുപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും വൈദ്യുത ദീപാലങ്കാരവും. പക്ഷേ ക്രിസ്മസ് വിപണിയിൽ മാത്രം പ്രതീക്ഷിച്ച അത്രയും തിരക്കില്ല. കച്ചവടം പൊടിപൊടിക്കുമെന്ന് കരുതി സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്നവർ നിരാശരായി. നോട്ട് പ്രതിസന്ധി തന്നെയാണ് ഈ ക്രിസ്മസ് വിപണിയിലെ പ്രധാന വില്ലൻ. ക്രിസ്മസ് കേക്ക് വിൽപ്പന തകൃതിയാകുമെന്ന് വിചാരിച്ച വ്യത്യസ്തങ്ങളാർന്ന കേക്കുകൾ ഒരുക്കി കൂടുതൽ സ്റ്റോക്ക് കരുതിയ ബേക്കറികളിലും കേക്ക് മേളകളിലുമൊക്കെ കച്ചവടം തീരെ കുറവാണ്. തീർച്ചയായിട്ടും നല്ലൊരു പ്രതീക്ഷയുള്ള സമയമായിരുന്നു. പക്ഷേ ഈ ക്യാഷിൻ്റെ പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ 2000 രൂപയുടെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ചില്ലറ കൊടുക്കാനില്ല. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുകളയും. ക്രിസ്മസ് അലങ്കാര വസ്തുക്കളുടെ കടകളിലും വസ്ത്രമാളികളിലുമൊക്കെ സ്ഥിതി മറ്റൊന്നല്ല. നല്ലൊരു ഇത് വരേണ്ടതാണ്. പക്ഷേ വിപണിയിൽ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരും വരുന്നില്ല. ഒരു എബോ ക്ലാസ് ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. ബിലോ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും വന്നിട്ടില്ല. പുൽക്കൂടിനും ക്രിസ്മസ് ട്രീക്കും കൂടുതലായിരുന്ന വില കുറച്ചിട്ടും ആവശ്യക്കാർ എത്തുന്നില്ല എന്നതും വസ്തുത. പണപ്രശ്നമുള്ളതിനാൽ ഉള്ളതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാമെന്ന ആളുകളുടെ ചിന്തയാണ് ഈ വിപണിക്ക് തിരിച്ചടിയായതെന്നും വ്യാപാരികൾ പറയുന്നു. വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ തന്നെ നോട്ട് മാന്ദ്യം വലിയ രീതിയിൽ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കച്ചവടക്കാരെ തന്നെയാണ് ഇത് സാരമായി ബാധിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ കുമാറിനൊപ്പം സുനിൽ അരിമാനം. തെരുവോരങ്ങളിലും ആശുപത്രി വരാന്തകളിലും അന്തിയുറങ്ങിയിരുന്ന കുടുംബത്തിന് ക്രിസ്മസ് സമ്മാനമായി പ്രവാസി മലയാളിയുടെ സഹായം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അന്തിയുറങ്ങിയിരുന്ന 2 കുട്ടികളും മാതാവും അടങ്ങുന്ന കുടുംബത്തിനാണ് കാരുണ്യത്തിന്റെ സന്ദേശമുയർത്തി പ്രവാസി മലയാളി വീട് വെച്ചു നൽകിയത്. വീടിന്റെ താക്കോൽ ദാനം മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. അന്തിയുറങ്ങാൻ ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ഈ കുടുംബം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അഭയം പ്രാപിച്ചിരുന്നത്. ആരാധനാലയങ്ങളിൽ നിന്നുള്ള വഴിപാട് മാത്രമായിരുന്നു 2 കുട്ടികളും മാതാവും അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ ഒരു നേരത്തെ ഭക്ഷണം. കടക്കണി മൂലം നേരത്തെ ഭർത്താവ് നഷ്ടപ്പെട്ട ഈ കുടുംബത്തിന്റെ വീടും സ്ഥലവും വിറ്റാണ് കടം തീർത്തത്. ഇതോടെ ഇവർ തെരുവിലായി. ആശുപത്രിയിൽ കഴിയുന്ന ഈ കുടുംബത്തിന്റെ വാർത്ത പത്രങ്ങളിൽ ഇടം പിടിച്ചതോടെയാണ് പ്രവാസി മലയാളി സുനിൽ വഞ്ചിക്കൽ ഈ കുടുംബത്തെ സഹായിക്കാൻ ഒരുങ്ങിയത്. അങ്ങനെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 4 സെന്റ് സ്ഥലവും ഒരു വീടും ഈ കുടുംബത്തിനായി സുനിൽ വാങ്ങി നൽകി. ഇതിന്റെ താക്കോൽദാനം പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ ക്രിസ്തുമസ് ദിനത്തിൽ നിർവഹിച്ചു. മഹാനായ ക്രിസ്തുവിൻ്റെ ജന്മദിനമാണ്. ഈ ജന്മദിനത്തിൽ കാരുണ്യവും സഹായവും ഏറ്റവും കൂടുതൽ നാം പ്രകടിപ്പിക്കേണ്ട ദിവസമാണ്. വർഷങ്ങളായി വിദേശത്ത് കഴിയുന്ന സുനിൽ ഇത്തരത്തിൽ നിരവധി കുടുംബങ്ങളെയാണ് സഹായിക്കുന്നത്. താഴെത്തട്ടിൽ നിന്നും വളർന്നു വന്ന തനിക്ക് ഒരു കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിയുമെന്നും അതുകൊണ്ടാണ് താൻ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതെന്നും സുനിൽ പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് തിരുവനന്തപുരത്ത് പടുകൂറ്റൻ സാന്റാക്ലോസ് രൂപം. നെയ്യാറ്റിൻകര 3G ഫ്രണ്ട്സ് ക്ലബ്ബാണ് 101 അടി ഉയരമുള്ള ശില്പം നിർമ്മിച്ചത്. നെയ്യാറ്റിൻകര ഇത്തവണ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് വലിയ സാന്റാക്ലോസിനൊപ്പമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാന്റാക്ലോസ് എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡിന്റെ തിളക്കം കാത്തിരിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പനോടൊപ്പം. നെയ്യാറ്റിൻകര ഓലത്താനിയിലെ 3G ഫ്രണ്ട്സ് ക്ലബ് അംഗങ്ങൾ ചേർന്നാണ് 101 അടി ഉയരമുള്ള പടുകൂറ്റൻ സാന്റാ ശില്പം ഒരുക്കിയത്. ഈ കാണുന്ന ഉയരത്തിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ഒത്തിരി ദിവസത്തെ കഷ്ടപ്പാട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ക്ലബ് അംഗങ്ങൾ എല്ലാവരും ഏകദേശം 2.5 ടൺ പൈപ്പ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 500 മീറ്ററോളം വെൽവെറ്റിന്റെ തുണി ഉപയോഗിച്ചിട്ടുണ്ട്. 350 മീറ്ററോളം മെറ്റൽ ചിപ്പ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. 65 അടി ഉയരമുള്ള ലാറ്റിൻ അമേരിക്കയിലെ സാന്റാക്ലോസ് ആണ് നിലവിൽ ലോകത്തെ ഏറ്റവും ഉയരമുള്ള സാന്റാക്ലോസ് എന്ന റെക്കോർഡിനുടമ.
2013 ഈ ഗിന്നസ് റെക്കോർഡാണ് നെയ്യാറ്റിൻകരയിലെ ക്രിസ്മസ് അപ്പൂപ്പൻ മറികടക്കാൻ ഒരുങ്ങുന്നത്. ഇതിനായുള്ള പ്രാഥമിക നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ശില്പിയായ രാധാകൃഷ്ണൻ ഭാവനയുടെ നേതൃത്വത്തിലാണ് 10 ലക്ഷം രൂപ ചിലവിൽ കൂറ്റൻ സാന്റാക്ലോസിനെ നിർമ്മിച്ചത്. ഒപ്പം ഒരേക്കർ സ്ഥലത്ത് വലിയ പുൽക്കൂടും നിർമ്മിച്ചിട്ടുണ്ട്. ക്രിസ്തുമസ് ദിനത്തിലും തുടർന്നും വലിയ സാന്റായെ കാണാനായി ഒട്ടേറെ പേരെത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പണം മോഷ്ടിച്ചെന്നാരോപിച്ച 18-കാരിയായ വിദ്യാർത്ഥിനിയെ മെഡിക്കൽ ലാബ് ഉടമ തുടയിൽ സൂചി കുറ്റിക്കയറ്റി മർദ്ദിച്ചും പീഡിപ്പിച്ചതായും പരാതി. കോതമംഗലത്താണ് സംഭവം. 7 മണിക്കൂറോളം മുറിയിൽ പൂട്ടിയിട്ടായിരുന്നു മർദ്ദനമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ പരാതിയിൽ ലാബ് ഉടമ നാസറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. ഒരാഴ്ച മുമ്പാണ് സംഭവം നടന്നത്. ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് ഫീസ് അടയ്ക്കാൻ പണമുണ്ടാക്കാനായി കഴിഞ്ഞ മാസം മുതൽ കോതമംഗലത്തെ മെഡിക്കൽ ലാബിൽ പാർട്ട് ടൈം ജോലിക്കെത്തിയ പെൺകുട്ടിയാണ് ക്രൂരപീഡനത്തിനിരയായത്. ഡിസംബർ 16 രാവിലെ 8:30 മുതൽ 3:30 വരെയായിരുന്നു പീഡനമെന്ന് പരാതിയിൽ പറയുന്നു. ലാബിൽ നിന്ന് 26,000 രൂപ മോഷ്ടിച്ചെന്നാരോപിച്ചായിരുന്നു ലാബ് ഉടമ നാസർ പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. കുറ്റം സമ്മതിപ്പിക്കാനായി കരണത്തടിക്കുകയും ചുവരിൽ ചേർത്ത് നിർത്തി തുടയിൽ സൂചിയുമായുള്ള സിറിഞ്ച് കുത്തിക്കയറ്റുകയും ചെയ്തെന്ന് പരാതിയിൽ പറയുന്നു. ഇതിനിടെ സൂചി ഒടിഞ്ഞ് മാംസത്തിൽ കയറുകയും ചെയ്തു. നിവർത്തിയില്ലാതെ മോഷണക്കുറ്റം സംബന്ധിച്ച് എഴുതി ഒപ്പിട്ട് നൽകിയ ശേഷമാണ് തന്നെ വിട്ടയച്ചതെന്നും പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നു. തുടയിൽ സൂചി കയറിയതിനെ തുടർന്ന് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയെ പിന്നീട് കോലഞ്ചേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശസ്ത്രക്രിയയിലൂടെയാണ് സൂചി പുറത്തെടുത്തത്. പെൺകുട്ടിയുടെ പരാതി പ്രകാരം ലാബ് ഉടമ തങ്കളം സ്വദേശി നാസറിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കോതമംഗലം പോലീസ് കേസെടുത്തു. സംഭവം നടക്കുന്ന സമയത്ത് നാസറിന്റെ ഭാര്യയും ലാബിലുണ്ടായിരുന്നു. പീഡന വിവരം പറയാതിരുന്നതിന് നാസറിന്റെ ഭാര്യയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തതിനെ തുടർന്ന് ഇരുവരും ഒളിവിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളീയ സംഗീതത്തിന്റെ സംഗമവേദിയൊരുക്കി നിളയുടെ മണൽപ്പരപ്പിൽ പാട്ടോളത്തിന് തുടക്കം. ഷൊർണൂർ ഭാരതപ്പുഴയിലാണ് ഞെരളത്ത കലാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ പാട്ടോളം കേരള സംഗീതോത്സവത്തിന് തുടക്കമായത്. അന്യം നിന്നു പോകുന്ന നാട്ടുസംഗീത ശബരിമല മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി സന്നിധാനത്ത് എത്തിച്ചു. ഇനി തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് നടക്കാനിരിക്കുന്നത്. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ലെസ്ലി ചേരുന്നു. ലെസ്ലി, എപ്പോഴാണ് ദീപാരാധന ആരംഭിക്കുന്നത്? വലിയ രീതിയിലുള്ള തിരക്കുകളാണോ ശബരിമലയിൽ അനുഭവപ്പെടുന്ന വിശദാംശങ്ങൾ? ധന്യാസ് ഭക്ത സഹസ്രങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ അയ്യപ്പനെ ചാർത്താനുള്ള തങ്കയങ്കി സന്നിധാനത്ത് എത്തിയിരിക്കുന്നു. സന്നിധാനത്ത് കൊടുവഴത്തിന് ചുവട്ടിൽ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവർ സ്വീകരിച്ചണയിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ശ്രീകോവിലിൽ ഇപ്പോൾ തന്ത്രിയും മറ്റു ഒപ്പം തന്നെ മേൽശാന്തിയും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങി ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ശ്രീകോവിൽ അടച്ച് തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തും. ഇതിനുശേഷമായിരിക്കും ദീപാരാധന നടക്കുക. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ എല്ലാം തന്നെ, ദേവസ്വത്തിന്റെ എല്ലാ പ്രമുഖരും എല്ലാവരും തന്നെ ഇപ്പോൾ സന്നിധാനത്ത് ശ്രീകോവിലിന് മുന്നിൽ ഉണ്ട്. വലിയ തോതിലുള്ള ഭക്തജന തിരക്കാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് മകരവിളക്ക് നാളുകളിൽ കാണാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ ഭക്തജന തിരക്ക് ഇപ്പോൾ സന്നിധാനത്ത് ഉണ്ടായിരിക്കുന്നു. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിന് ഭക്തന്മാരെ സഹായിക്കുന്നതിനായി പോലീസും വിന്യസിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ദീപാരാധന തുടങ്ങും. 6:35 ദീപാരാധന അവസാനിക്കുകയും ചെയ്യും. വലിയ കാത്തിരിപ്പിന് ശേഷം ഭക്തന്മാർക്ക് ലഭിക്കുന്ന ദർശന സൗഭാഗ്യത്തിനായി എല്ലാവരും ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ധന്യ. ലെസ്ലി ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്. മലബാർ ഡെവലപ്പേഴ്സിന്റെ പുതിയ സംരംഭമായ മറീന കൺവെൻഷൻ സെന്റർ മന്ത്രി ടി.പി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കൺവെൻഷൻ സെന്റർ വെഡ്ഡിംഗ്, ബിസിനസ് കൺവെൻഷനുകൾ, ട്രേഡ് ഫെയർസ് തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. VKC മുഹമ്മദ് കോയ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി.പി. ദാസൻ, തോട്ടത്തിൽ രവീന്ദ്രൻ, മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു.